ഹലോ മക്കളെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ആണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചവരാണ്. അതിനുശേഷം അല്ലെ അതിന് മറ്റൊരു പേര് വിളിച്ചിരുന്നല്ലോ. എന്താണ് ആ പേര്? ഹരപ്പൻ സിവിലൈസേഷൻ, ഹരപ്പൻ സംസ്കാരം എന്നും അത് അറിയപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരം പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പഠിച്ചു അല്ലെ. അതുപോലെ അതേ കാലഘട്ടത്തില് ഇറാഖിൽ സ്ഥിതി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇറാഖിൽ വളർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സിവിലൈസേഷൻ, ഒരു സംസ്കാരം, അതിന്റെ പേരാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നത് എവിടെയാണ്? അത് ഇറാഖിലാണ്. എവിടെയാണ്? ഇറാഖിലാണ്. മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം. മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നതാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. നിങ്ങൾ ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ടോ? ഇവിടെ ഈ ബ്ലൂ കളറിൽ കണ്ടോ നിങ്ങൾ? രണ്ട് റിവേഴ്സ് ഇങ്ങനെ പോകുന്നത് കണ്ടോ? ഈ രണ്ട് റിവേഴ്സും ഒരുമിച്ച് വന്ന അവസാനം കൂടി ചേരുന്നത് ഒരു സ്ഥലത്താണ് അല്ലെ. നോക്കിയേ നിങ്ങൾ, രണ്ട് റിവേഴ്സ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതാണ് പറയുന്നത് ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്. ആ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെസപ്പൊട്ടേമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ ഏത് രണ്ട് നദികളുടെ ഇടയിലാണ് മെസപ്പൊട്ടേമിയ വളർന്നു വന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റിവറിന്റെ പേരാണ് യൂഫ്രട്ടീസ്, രണ്ടാമത്തെ റിവറിന്റെ പേരാണ് ടൈഗ്രിസ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ഇടയിൽ സ്ഥിതി ചെയ്ത ഒരു സ്ഥലം, അതാണ് മെസപ്പൊട്ടേമിയ. അതുകൊണ്ടാണ് രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്ത സ്ഥലം എന്ന് അതിന് വരാൻ കാരണം. മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്, ഈ മെസപ്പൊട്ടേമിയയില് 4 അധികാരങ്ങൾ, പ്രത്യേകിച്ചും 4 ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ 4 സിവിലൈസേഷൻ, 4 സംസ്കാരങ്ങൾ വളർന്നു വരികയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം അവിടെ വളർന്നു വന്ന സംസ്കാരം ബാബിലോണിയൻ സംസ്കാരമാണ് അത് നശിച്ചുപോയി. പിന്നീട് മറ്റൊരു ഭാഗത്ത് സുമേറിയൻ സിവിലൈസേഷൻ, സുമേറിയൻ സംസ്കാരം വളർന്നു വന്നു, അവർ നശിച്ചുപോയി. പിന്നെ അസീറിയൻ, കാൽദിയൻ, ഇങ്ങനെ 4 സംസ്കാരങ്ങൾ, സിവിലൈസേഷൻസ് അവിടെ വളർന്നു വരികയും അത് നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 സംസ്കാരങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭരണാധികാരികൾ മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെസപ്പൊട്ടേമിയക്കാർ അവിടെ അഗ്രികൾച്ചർ, കൃഷിക്ക് അവർക്ക് ഭയങ്കരമായിട്ട് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ അവിടെ എന്താണ്? ഫെർട്ടൈൽ ലാൻഡ് ആണ്, ഫലഭൂഷ്ടമായ മണ്ണായതുകൊണ്ട് തന്നെയാണ് അവരെ കൃഷി വളരെ വേഗത്തിൽ അവർക്ക് വളരാൻ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലെ മെസപ്പൊട്ടേമിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ ഉണ്ടായിരുന്നു. ആ സിറ്റികളെ പേരുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിറ്റിയുടെ പേര് ഉർ എന്നാണ്, രണ്ടാമത്തെ സിറ്റിയുടെ പേര് ഉറുക്ക് എന്നാണ്, മൂന്നാമത്തെ സിറ്റിയുടെ പേര് ലഗാഷ് എന്നാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ NMMS ഒക്കെ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ പറഞ്ഞ ഈ മെസപ്പൊട്ടേമിയൻ സിറ്റികളെ കുറിച്ചൊക്കെ. ആൻഡ് മെസപ്പൊട്ടേമിയക്കാർക്ക് സ്വന്തമായ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. ഏതാണ് ഈ മെസപ്പൊട്ടേമിയക്കാരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ്? എഴുത്തുവിദ്യ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതിന്റെ പേര് ക്യൂണിഫോം എന്നാണ്. ഓക്കെ, യൂണിഫോം അല്ല, ഇറ്റ്സ് ക്യൂണിഫോം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ആരെ കുറിച്ചാണ്? മെസപ്പൊട്ടേമിയക്കാർക്ക് സ്വന്തമായിട്ട് ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു, ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതിനെ ക്യൂണിഫോം എന്നറിയപ്പെട്ടു. ഈജിപ്തുകാരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്ത് വിദ്യ അറിയപ്പെട്ട പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? യെസ്, അതിന്റെ പേര് നമുക്കറിയാം, അത് ഹൈറോഗ്ലിഫിക്സ് ആണ്. നമ്മളിപ്പോ ആരാ പറയുന്നത്? മെസപ്പൊട്ടേമിയക്കാർ എഴുതിയ എഴുത്ത് വിദ്യയെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ക്യൂണിഫോം. മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ക്ലാഡ് ടാബ്ലറ്റ്, ചളിയുടെ എന്താണ്, അതിങ്ങനെ ഒരു ചതുരക്കട്ട പോലെ അവർ സൃഷ്ടിച്ചു, അതിന്റെ മുകളിൽ എഴുത്താണിയിലെ അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയെന്നൊക്കെ നമ്മൾ പറയുന്നു. ഇനി ഇവരെന്താണ് നമ്മുടെ മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലൊക്കെ എന്തൊക്കെ കണ്ടുപിടുത്തം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ലൂണാർ കലണ്ടർ, നമ്മുടെ ചന്ദ്രൻ എങ്ങനെ നോക്കി അവർ എന്തുണ്ടാക്കി? സ്വന്തമായിട്ടൊരു കലണ്ടർ ഉണ്ടാക്കി അല്ലെ. ലൂണാർ കലണ്ടർ, ചാന്ദ്ര കലണ്ടർ ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതാരാണ്? മെസപ്പൊട്ടേമിയക്കാരാണ്. ഇനി മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുന്ന ഏതൊക്കെയാടാ? ഡിവിഷൻ, ഹരണം, മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം, സ്ക്വയർ റൂട്ട്, വർഗമൂലം.
ഇതൊക്കെ ഇതിനൊക്കെ ആദ്യകാല അല്ലെ എന്താണ് രൂപങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന മെസ്സപ്പൊട്ടോമിയക്കാരെന്ന് പറയുന്നത്. ഇനി മെസ്സപ്പൊട്ടോമിയക്കാര് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർ ഇന്ന് നമ്മൾ ആളുകളിലെ അമ്പലങ്ങളിൽ പോകുന്ന പോലെ, പള്ളികളിൽ പോകുന്ന പോലെ, ചർച്ചുകളിൽ പോകുന്ന പോലെ മെസ്സപ്പൊട്ടോമിയക്കാര് പ്രാർത്ഥിക്കാൻ പോയിരുന്ന അവരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ. എന്താടാ സിഗുറാത്ത്? ഇത്രയും കാര്യങ്ങളാണ് മെസ്സപ്പൊട്ടോമിയക്കാരെ കുറിച്ച് ഏറ്റവും വേഗത്തിലും ഏറ്റവും സിമ്പിൾ ആയിട്ടും നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.